നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ചിന്തകൾ തന്നെ നിങ്ങൾക്കൊരു വലിയ ഭാരമായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ഒരുതരം കുരുക്കിൽ പെട്ടുപോയതുപോലെ. അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ജോസഫ് ന്യൂയന്റെ ഡോണ്ട് ബിലീവ് എവറിഥിങ് യു തിങ്ക് എന്ന പുസ്തകത്തിലെ ഒരു ആശയത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പെട്ടെന്നൊരു ആശ്വാസം കണ്ടെത്താനുള്ള വളരെ ലളിതമായ ഒരു വഴിയാണ്. ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് തന്നെ ഒരു കെണി പോലെയാകും, അല്ലേ? ഒരേ ചിന്തകൾ തന്നെ വീണ്ടും വീണ്ടും വന്ന് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. നിങ്ങളിപ്പോൾ അങ്ങനെയൊരവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിൽ ഒന്നറിയുക, നിങ്ങളൊറ്റയ്ക്കല്ല. ഇതിനൊരു പരിഹാരമുണ്ട്, അതും വളരെ ലളിതമായൊന്ന്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. യഥാർത്ഥ പ്രശ്നക്കാരൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളല്ല, മറിച്ച് നമ്മൾ അതിനെ പിടിച്ചിരുന്ന് വിശകലനം ചെയ്ത് ചിന്തിക്കുന്ന ആ ഒരു പ്രവൃത്തിയില്ലേ, അതാണ് പ്രശ്നം. ഇതൊരു ചെറിയ വ്യത്യാസം പോലെ തോന്നാം, പക്ഷെ നമ്മുടെ സമാധാനത്തിന്റെ താക്കോൽ ഇതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് ദുരിതത്തിന്റെ രണ്ടാമത്തെ അമ്പ് എന്നൊരു സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കാം. ജീവിതത്തിൽ വേദനകൾ ഒഴിവാക്കാൻ പറ്റില്ലായിരിക്കാം, പക്ഷേ അതുമൂലമുണ്ടാകുന്ന ദുരിതം അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പാണ്. അതെങ്ങനെയെന്ന് നോക്കാം. ഇത് ബുദ്ധമതത്തിലെ ഒരു പ്രധാനപ്പെട്ട പഠനമാണ്. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഒരു വേദനാജനകമായ സംഭവം, അതാണ് ആദ്യത്തെ അമ്പ്. അതാർക്കും ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ അതിനോടുള്ള നമ്മുടെ പ്രതികരണം, അതിനെക്കുറിച്ചുള്ള നമ്മുടെ നിർത്താതെയുള്ള ചിന്തിക്കൽ, അതാണ് രണ്ടാമത്തെ അമ്പ്. ഒരു കാര്യം ഓർക്കുക, ഈ രണ്ടാമത്തെ അമ്പ് പുറത്തുനിന്ന് വരുന്നതല്ല, അത് നമുക്ക് നേരെ തന്നെ എയ്യുന്നതാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ രണ്ടാമത്തെ അമ്പ് എയ്യണോ വേണ്ടയോ എന്നുള്ളത് എപ്പോഴും നമ്മുടെ മാത്രം തിരഞ്ഞെടുപ്പാണ്. അത് നമുക്ക് നിർത്താൻ പറ്റും. ഈ വ്യത്യാസം വെറുതെ വാക്കുകളിൽ കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കൊന്ന് നേരിട്ട് അനുഭവിച്ചറിയുന്നതല്ലേ? ശരി, ഒരു ചെറിയ പരീക്ഷണത്തിലൂടെ നമുക്ക് ഇപ്പോ തന്നെ ആ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. ഒരു വർഷം നിങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന തുക എത്രയാണ്? ഒരുപാട് ആലോചിക്കരുത്. മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ആദ്യത്തെ ആ സംഖ്യ ഏതാണെന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് വന്നില്ലേ? അതായിരുന്നു ഒരു ചിന്ത, അഥവാ ഒരു തോട്ട്. അതെത്ര വേഗത്തില്, ഒരു ഭാരവുമില്ലാതെ വളരെ ലൈറ്റായിട്ട് ഒരു തോന്നല് പോലെ വന്നുപോയി എന്ന് ശ്രദ്ധിച്ചോ? ഇനി ആ സംഖ്യയെക്കുറിച്ച് ഒന്ന് വിശകലനം ചെയ്യാൻ തുടങ്ങിക്കേ. അയ്യോ, ഇത് വളരെ കൂടുതലാണോ? ഇത്രയും പണം ഞാൻ എങ്ങനെയുണ്ടാക്കും? മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഞാൻ ഇതിനെ യോഗ്യനാണോ? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനസ്സിലിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതാണ് ചിന്തിക്കൽ, അഥവാ തിങ്കിങ്. ആ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ആദ്യത്തെ ആ ലാഘവം പോയി പകരം ഒരുതരം ഭാരം, സംശയം, സ്വയം വിലയിരുത്തൽ, ഇതൊക്കെ വന്നില്ലേ? ഇതാണ് വ്യത്യാസം. ഇതാണ് നമ്മൾ സ്വയം എയ്യുന്ന ആ രണ്ടാമത്തെ അമ്പ്. ഇപ്പോൾ നിങ്ങൾ സ്വയം അനുഭവിച്ചെറിഞ്ഞ ആ വ്യത്യാസമാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഒന്ന് പ്രചോദനത്തിൽ നിന്ന് വരുന്ന ഭാരമില്ലാത്ത ക്രിയേറ്റീവായ ഒന്നാണ്. മറ്റേത് നമ്മുടെ ഈഗോയുടെയും വിശകലനത്തിന്റെയും ഭാരമാണ്. ഈ തിരിച്ചറിവ് ശരിക്കും വളരെ ലളിതമാണ്, പക്ഷേ നമ്മുടെ ഈഗോയാണ് ഇതിനെ എപ്പോഴും സങ്കീർണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ദേഷ്യത്തിന്റെയും നിരാശയുടെയും ഒക്കെ യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമാക്കുന്നൊരു സെൻകഥയുണ്ട്, ഒഴിഞ്ഞ തോണിയുടെ കഥ. ഇത് കേൾക്കുമ്പോൾ ഈ ആശയം നമ്മുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുമെന്ന് ഉറപ്പാണ്. ചുറ്റുമുള്ള ബഹളങ്ങളിൽ മടുത്ത് ഒരു യുവസന്യാസി സമാധാനമായി ധ്യാനിക്കാൻ വേണ്ടി ഒരു തോണിയിൽ ഒരു തടാകത്തിന്റെ നടുവിലേക്ക് പോകുകയാണ്. അദ്ദേഹം ധ്യാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റൊരു തോണി അദ്ദേഹത്തിന്റെ തോണിയിൽ വന്ന് ശക്തിയായി അടിക്കുന്നു. ആ ധ്യാനമെല്ലാം പോയി. ദേഷ്യം കൊണ്ട് വിറച്ച് ആ അശ്രദ്ധ കാണിച്ച ആളോട് ദേഷ്യപ്പെടാനായി അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ അദ്ദേഹം അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നത് ആ തോണിയിൽ ആരുമില്ലെന്നാണ്. അതൊരു ഒഴിഞ്ഞ തോണിയായിരുന്നു. അത് കാറ്റിൽ തനിയെ ഒഴുകി വന്നിരിച്ചതാണ്. ആ നിമിഷം അദ്ദേഹത്തിന് ഒരു വലിയ സത്യം മനസ്സിലായി. അദ്ദേഹത്തെ ദേഷ്യം പിടിപ്പിച്ചത് ആ ഒഴിഞ്ഞ തോണിയല്ല, ആ തോണിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തിക്കലായിരുന്നു യഥാർത്ഥ പ്രശ്നം. ആരോ മനഃപൂർവ്വം വന്നിടിച്ചു എന്ന ചിന്ത, അതായിരുന്നു അദ്ദേഹം തനിക്ക് നേരെ തന്നെ എയ്ത രണ്ടാമത്തെ അമ്പ്. ഓക്കേ, ഇനി ഈ ആശയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. സ്വാഭാവികമായ ചിന്തയിൽ നിന്ന് ഭാരമേറിയ ചിന്തിക്കലിലേക്ക് നമ്മൾ എപ്പോഴാണ് മാറുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് റേഡാറുണ്ട്. നമ്മുടെ വികാരങ്ങൾ ഒരു റഡാർ പോലെയാണ്. നിങ്ങൾക്ക് ശാന്തതയും ഒരു ഭാരക്കുറവുമൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ ശരിയായ ദിശയിലാണ് പോകുന്നത്. അത് പ്രചോദനത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ്.
എന്നാൽ എപ്പോഴാണോ നിങ്ങൾക്ക് സമ്മർദ്ദവും ഭാരവും ഉത്കണ്ഠയുമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങുന്നത്, അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിപ്പോൾ വിശകലനത്തിന്റെയും സ്വയം വിധിയെഴുതുന്നതിന്റെയും ലോകത്തേക്ക്, അതായത് ചിന്തിക്കലിലേക്ക് മാറിയിരിക്കുന്നു. ഇതിനെ ഇങ്ങനെയും കാണാം. ഒരു ക്രിയേറ്റീവായ ചിന്ത ഒരു തിരമാല പോലെയാണ്. അത് സ്വാഭാവികമായി വരും, പോകും. എന്നാൽ നിർത്താതെയുള്ള ചിന്തിക്കൽ ഒരു സമുദ്രത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അത് നമ്മളെ തളർത്തുകയുള്ളൂ, അല്ലേ? അപ്പോ നിങ്ങൾക്ക് മാനസികമായി ഭയങ്കര ഭാരം തോന്നുന്നു, എന്തു ചെയ്യണമെന്നറിയില്ല. ആ നിമിഷം തന്നെ ശാന്തത വീണ്ടെടുക്കാൻ സഹായിക്കുന്ന 3 ലളിതമായ സ്റ്റെപ്പുകൾ. 1. ആ ഭാരം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരത്തിൽ ആ അസ്വസ്ഥത എവിടെയാണ് അനുഭവപ്പെടുന്നത് എന്ന് തിരിച്ചറിയുക. 2. ഇത് യാഥാർത്ഥ്യമല്ല, ഇതെന്റെ ചിന്തിക്കൽ മാത്രമാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. 3. വിട്ടുകളയുക. ആ ചിന്തകളോട് യുദ്ധം ചെയ്യുന്നത് നിർത്തുക. അവയെ വെറുതെ വിട്ടാൽ മതി. നിങ്ങളുടെ മനസ്സ് ഒരു ഗ്ലാസ്സിലെ കലങ്ങിയ വെള്ളം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. അതിനെ സ്പൂൺ വെച്ച് ഇളക്കിക്കൊണ്ടിരുന്നാൽ അത് കൂടുതൽ കലങ്ങുകയുള്ളൂ. ഒന്നും ചെയ്യണ്ട, വെറുതെ അതിനെ ഒന്ന് അടങ്ങാൻ അനുവദിച്ചാൽ മതി. ആ കലക്ക് പതുക്കെ താഴെ അടിയും, വെള്ളം തനിയെ തെളിയും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. ഈ സമാധാനപരമായ അവസ്ഥയാണ് നമ്മുടെയെല്ലാം സ്വാഭാവികമായ അവസ്ഥ. അത് നമ്മൾ കഷ്ടപ്പെട്ട് നേടിയെടുക്കേണ്ട ഒന്നല്ല. മറിച്ച് നമ്മുടെ നിർത്താതെയുള്ള ചിന്തകൾക്ക് താഴെയായി അതെപ്പോഴുമുണ്ട്. നമ്മൾ അങ്ങോട്ട് തിരികെ പോയാൽ മാത്രം മതി. തീർച്ചയായും ഭാരമേറിയ ചിന്തിക്കൽ ഇനിയും വരും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അടുത്ത തവണ ആ ഭാരം തോന്നുമ്പോൾ അതിനെ വിശ്വസിക്കാതെ നിങ്ങളുടെ ഉള്ളിലെ ഫീലിംഗ് റഡാർ ഉപയോഗിക്കുക. ആ ഭാരത്തെ വിശ്വസിക്കണോ അതോ അതിനടിയിലുള്ള ശാന്തതയിലേക്കും ലാഘവത്തിലേക്കും മടങ്ങണോ? ആ തീരുമാനം ഇനി മുതൽ നിങ്ങളുടേതാണ്.